നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ മസാലക്കറി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 150 ഗ്രാമോളം ഗ്രീൻ പീസ് രാത്രി കുതിർത്തി ഒരു 8 മണിക്കൂറോളം കുതിർത്തിയെടുത്ത് അന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസും ഒരു 3 ഉരുളക്കിഴങ്ങ് അത് വേവിക്കാത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വലിയ സവോള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ സവോളയാണെങ്കിൽ 2 എടുക്കാൻ, ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. കനം കുറച്ചരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതും 3 പച്ചമുളക്, ഒരു 2 വേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വാടി വെന്ത് അങ്ങനെ കുഴയേണ്ട ആവശ്യമില്ല. ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ്, നോർമലാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പൊടികളുടെ പച്ചച്ചവ് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല, ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തിട്ടാണ്, എന്നാലും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ സവാള വഴറ്റുമ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്കാക്കിയിട്ട് വേണം പിന്നീട് ഉപ്പ് ചേർക്കാനായിട്ട്. അതും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു അരപ്പൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ചിലർ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട്, ഞാൻ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറില്ല കേട്ടോ. ഇനി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 1.5 പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു 150 ഗ്രാം ഗ്രീൻ പീസുമാണ് എടുത്തേക്കുന്നത്, അതിലേക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിലേക്ക് ഒരു ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കരിയാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കും. ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെന്തിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും വേപ്പിലയും വറുത്തിടുന്നതിൻ്റെ കൂടെ തന്നെ ഒരല്പം അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാലക്കറി കിടുവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. താങ്ക്